ഹലോ നമസ്കാരം മക്കളെ. ഇന്നിതാ മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കഥയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നാഷണലിസം ഇൻ ഇന്ത്യ. യെസ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്ലെ. വളരെ താല്പര്യത്തോടു കൂടി ഇരുന്ന് കേട്ടാൽ മാത്രം മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കടന്നാലോ? യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹിസ്റ്ററി വിത്ത് ഷൈമ. യെസ്, ഈ ചാപ്റ്ററിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണെന്ന് അറിയാമോ? ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇതാണ്: ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വേൾഡ് വാർ നമുക്കറിയാം 1914 മുതൽ 18 വരെ ഏറെക്കുറെ 4 വർഷത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഇതിനെ ഒന്നാം ലോക മഹായുദ്ധമായിട്ട് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അത് വേറൊന്നും കൊണ്ടല്ല, ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പങ്കെടുത്ത ഒരു യുദ്ധമായതിനാലാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഒരു മഹായുദ്ധമായിട്ട് ഈ യുദ്ധത്തെ വിളിക്കുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു യുദ്ധം ലോകരാഷ്ട്രങ്ങൾ ആരും തന്നെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടന്നതിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ യൂറോപ്പിലും അതുപോലെ തന്നെ ലോകമെമ്പാടും നടക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ കാര്യം മാത്രമാണ്. ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചത്? എസ്പെഷ്യലി നമുക്കറിയാം, ആന്റി കൊളോണിയലിസ്റ്റ് മൂവ്മെന്റ്സ് ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു യുദ്ധ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ഒരു യുദ്ധം അവസാനിക്കുന്നതോടുകൂടി തങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ജനതയെയും അതുപോലെ തന്നെ യൂറോപ്പിൽ ആകമാനം ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ലെഡ് ടു എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വളരെയധികം 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതിന് കാരണമായി. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിൽ കൂടുതലായിട്ട് ചെലവുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇൻക്രീസ് ചെയ്യുക, ടാക്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഇത്തരത്തിൽ ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടീസ് വെർ റേസ്ഡ്. നമുക്കറിയാം, ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കസ്റ്റം ഡ്യൂട്ടീസും അവർ ഇൻക്രീസ് ചെയ്യും. പ്രൈസസ് ഓഫ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. അതോടുകൂടി എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമായി. ദ പ്രൈസസ് ഡബിൾഡ് ബിറ്റ്വീൻ 1914 to 1918. അതായത് യുദ്ധ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരട്ടിയിലധികം പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കോമൺ പീപ്പിളുടെ ജീവിതം വളരെയധികം ദുഷ്കരമായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോമൺ പീപ്പിൾ സഫേർഡ് എ ലോട്ട്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോമൺ പീപ്പിൾ അനുഭവിക്കാനായിട്ട് തുടങ്ങി. ഏറ്റവും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, റൂറൽ ഏരിയാസിൽ നിന്നും ഒരുപാട് ഫോഴ്സ്ഫുള്ളി ആളുകളെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായി എന്ന് പറയാൻ സാധിക്കും. ആ ഘട്ടത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ വിളവെടുപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ താറുമാറായി. ക്രോപ്പ് ഫെയിലിയർ അതിൽ അവരുടെ ഈ ഒരു പ്രശ്നം കൂടുതൽ ആഘാതത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അത് ഷോർട്ടേജ് ഓഫ് ഫുഡ്, അതായത് ഫുഡിന് ക്ഷാമം ഉണ്ടാവുകയും തൽഫലമായിട്ട് ഒരുപാട് തരത്തിലുള്ള പകർച്ചവ്യാധികളും എല്ലാം കൊണ്ട് തന്നെ ജനങ്ങൾ പൊറുതിമുട്ടുകയും ഏറെക്കുറെ ആ കാലഘട്ടത്തിലെ സെൻസസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 12 to 13 മില്യൺ പീപ്പിൾ ഡൈഡ്. അതായത് അത്രത്തോളം നമുക്ക് പോപ്പുലേഷനിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് ഒന്നാം ലോക മഹായുദ്ധം എല്ലാ ലോകരാഷ്ട്രങ്ങളെയും പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ മോശം ഘട്ടമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ആകെ മൊത്തം താറുമാറായി കിടന്ന ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്ന ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് ഒരാൾ ഇവിടെ കടന്നു വരികയാണ്. അത് ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
സത്യത്തിലും അഹിംസയിലും മൂല്യങ്ങൾ ഊന്നിപ്പിടിച്ച നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് നടന്ന ഒരു ചരിത്രമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഗാന്ധിയൻ യുഗം എന്ന ചരിത്രം ആ ഒരു ഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ഇരുണ്ട് മൂടിക്കടന്നിരുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ പിടിച്ചുണർത്തിക്കൊണ്ട് വന്ന വ്യക്തിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. യെസ്, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു സമര രീതി. എന്താണ് ആ സമര രീതി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ദി ഐഡിയ ഓഫ് സത്യാഗ്രഹ. ഈ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത്, മജ്ജയും മാംസവും ചോരയുമുള്ള ഇതുപോലെ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭാവി തലമുറ വിശ്വസിക്കില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ പറ്റി അങ്ങനെ ഒരു കോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ലോകം ഇന്ന് വരെ കാണാത്ത പുതിയ തരത്തിലുള്ള ഇത്രയും അധികം സിമ്പിൾ ലൈഫ് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. സത്യത്തിന് മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ ആദ്യം എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഐഡിയ ഓഫ് സത്യാഗ്രഹ എന്ന് നമുക്ക് നോക്കിയാലോ. മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ ഇൻ ജനുവരി 1915. 1915 ജനുവരിയിലാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ കരുതും മഹാത്മാഗാന്ധി ഇവിടെയുള്ള ആളല്ലേ? അതെ, അദ്ദേഹം ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലോട്ട് പോയി. പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ ഒരു കേസിന് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാര് അവിടെ ഒരുപാട് വിവേചനം അവിടുത്തെ വെള്ളക്കാരിൽ നിന്ന് അനുഭവിക്കുന്നതായിട്ടും അദ്ദേഹത്തിനും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നന്നായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടെ വിജയം കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ് ഹീറോയിക് ഫൈറ്റ് ഫോർ ദ ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് വെൽ നോൺ. അതായത് നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സമരം നടത്തി വിജയിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഹിസ് നോബിൾ മെത്തേഡ് ഓഫ് മാസ് അജിറ്റേഷൻ നോൺ ആസ് സത്യാഗ്രഹ ഹാഡ് yielded ഗുഡ് റിസൾട്ട്സ്. അതായത് അദ്ദേഹം അവിടെ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു സമരരീതി അവിടെ എടുത്ത് വിജയിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനാവുകയാണ് ചെയ്തത്. The idea of satyagraha emphasized the power of truth and need to search for truth. അതായത് എന്താണ് സത്യാഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ആ വേർഡിൽ തന്നെ ഉണ്ട്, സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക, സത്യം, ആ സത്യം അന്വേഷിച്ചിറങ്ങുക. അതാണ് യഥാർത്ഥത്തിൽ സത്യാഗ്രഹ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമുക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ജസ്റ്റിസിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു ഫിസിക്കൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമില്ല, ഫിസിക്കൽ ഫോഴ്സിന്റെയും ആവശ്യമില്ല. പകരം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആത്മശക്തി നമുക്ക് കിട്ടും എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ എന്ന് പറയുന്ന ഐഡിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സത്യാഗ്രഹി ഒരിക്കലും ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യില്ല. നമ്മളെ അടിച്ചമർത്തുന്നവന് നേരെ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണ്, അവന്റെ മനസാക്ഷിയോട് തിരിച്ചു ചോദിക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യാഗ്രഹി, നീ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ധൈര്യത്തോടെ ആര് ചോദിക്കും? യഥാർത്ഥ ഒരു സത്യാഗ്രഹി ചോദിക്കും. നീ ഇത് ചെയ്യുന്നത് സത്യത്തിനെതിരല്ലേ എന്ന്, നീ ഇത് കാണിക്കുന്നത് ഇൻജസ്റ്റിസ് അല്ലേ എന്നെല്ലാം ചോദിക്കുന്ന ഒരു രീതിയാണ് ഈ സത്യാഗ്രഹ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സത്യം, അതിനെയാണ് എപ്പോഴും മുറുകെ പിടിക്കുക. നോൺ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തെ പല മതത്തിലുള്ള, പല ആചാരാനുഷ്ഠാനങ്ങളുള്ള, പല ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്താനാകൂ എന്ന് തീവ്രമായിട്ടുള്ള വീക്ഷണം ഉള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം മഹാത്മാഗാന്ധി ഏർപ്പെട്ടിട്ടുള്ള ആദ്യകാല സമരങ്ങൾ, പ്രാദേശിക സമരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1917 പെസൻസ് മൂവ്മെന്റ് ഇൻ ചമ്പാരൻ. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ. അവിടുത്തെ കർഷകർ, നീലം കർഷകർ, ഇൻഡിഗോ കർഷകരാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. അതായത് ഇൻഡിഗോ തന്നെ കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ആയിരുന്നു. അവർ നിർബന്ധപൂർവമാണ് ആ ഒരു കൃഷിയിലേക്ക് അവരെ നയിച്ചത്. അവർക്ക് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തായിരുന്നു ശീലം. പക്ഷേ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഇൻഡിഗോ കൃഷി ചെയ്യുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും ഗവൺമെന്റ് നൽകാതെ വരികയും ടാക്സ്
ടാക്സസ് കൂട്ടുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിൽ ഗാന്ധിജി ഇടപെട്ടത്. അങ്ങനെ അവർ ആദ്യമായിട്ട് ഒരു സത്യാഗ്രഹം അവിടെ കാഴ്ചവെക്കുകയും അതിന്റെ അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് അത് ഇത്ര ശതമാനം അവർക്ക് വേതനം അനുവദിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം 1918 പെസൻസ് മൂവ്മെന്റ് ഇൻ ഖേദ ഡിസ്ട്രിക്ട്, അതായത് ഗുജറാത്തിലെ മഹാത്മാഗാന്ധിയുടെ സ്വന്തം സ്ഥലം തന്നെയാണ് ഗുജറാത്ത്. അവിടുത്തെ കർഷകർക്ക്, അതായത് ഖേദ ഡിസ്ട്രിക്റ്റിലെ പെസൻസും ഈ തരത്തിലുള്ള ഒരു ടാക്സ് ഇഷ്യൂനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിലും മഹാത്മാഗാന്ധി ഇടപെടുകയും അവിടെ വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതേ വർഷം തന്നെ മിൽ വർക്കേഴ്സ് മൂവ്മെന്റ് ഇൻ അഹമ്മദാബാദ്, അതായത് അഹമ്മദാബാദിലെ മിൽ വർക്കേഴ്സും അതുപോലെ ഓണേഴ്സും തമ്മിലുള്ള ഇഷ്യൂസ് ആയിരുന്നു. ടാക്സസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരുന്ന ബോണസ് നിർത്തലാക്കിയതിന്റെയും ഫലമായിട്ടായിരുന്നു അവിടെ പ്രതിഷേധം ആരംഭിച്ചത്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള 3 സമരങ്ങളും അവിടെ നടക്കുകയും അതിലൊട്ടുമിക്ക കാര്യങ്ങളും വിജയത്തിലെത്തുകയും ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഒരു മതിപ്പ് കൂടുകയും അദ്ദേഹം നേതൃത്വത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടി മഹാത്മാഗാന്ധിയും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓണായെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു ദേശീയ തലത്തിലോട്ട്, ഇതൊരു നമുക്കറിയാം ലോക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം ഒതുങ്ങി നിന്ന സമരത്തിലായിരുന്നു അതുവരെ മഹാത്മാഗാന്ധി ഇടപെട്ടത്. എന്നാൽ റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു റൗലറ്റ് സത്യാഗ്രഹം മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൗലറ്റ് സത്യാഗ്രഹയെ കുറിച്ചും എന്താണ് റൗലറ്റ് ആക്ട് എന്നും നമുക്ക് നോക്കാം. ഓക്കെ, ദി റൗലറ്റ് ആക്ട് 1919. The Rowlatt Act passed by the Imperial Legislative Council in 1990. അതായത് റൗലറ്റ് ആക്ട് പാസ് ചെയ്തത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലാണ് ഇത് പാസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മെമ്പേഴ്സ് അടക്കമുള്ള എല്ലാവരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു ആക്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ് ചെയ്തതെന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ അവർ ഇത് പാസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. The Indian members did not support the act. ഞാൻ നേരത്തെ പറഞ്ഞു, the act gave enormous powers to the British government to repress political activities. Yes, ഇതുകൊണ്ടാണ് ഇന്ത്യൻ മെമ്പേഴ്സ് ഇതിനെ എതിർത്തത്. അതായത് ഈ ഒരു ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയാണ്. ഏത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞാലും ഇന്ത്യൻ ജനത എവിടെയെങ്കിലും കൂട്ടം കൂടി നിൽക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് സമ്മേളിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും 2 വർഷത്തോളം തടവിലാക്കുന്നതിനുമുള്ള ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിനെതിരെ എങ്ങനെയാണ് മഹാത്മാഗാന്ധി പ്രതികരിച്ചതും ഏത് തരത്തിലുള്ള സത്യാഗ്രഹമാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളതും എന്ത് സമരരീതി കൊണ്ടിട്ടാണ് അദ്ദേഹം ഇതിനെതിരെ ആഞ്ഞടിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓൺ 6th April 1919, ഗാന്ധിജി launched a nationwide സത്യാഗ്രഹ against the proposed Rowlatt Act. 1919 ഏപ്രിൽ മാസം 6-ാം തീയതി മഹാത്മാഗാന്ധി ഒരു പുതിയ ഒരു സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യുകയാണ്. ദി കോൾ ഫോർ എ സ്ട്രൈക്ക് ഓൺ 6th April ഗോട്ട് എ ഹ്യൂജ് റെസ്പോൺസ്. മഹാത്മാഗാന്ധി വിചാരിച്ചതിനേക്കാട്ടിലും ഒരു വളരെ മാസീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ സത്യാഗ്രഹയ്ക്ക് കിട്ടിയിരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പീപ്പിൾ കെയിം ഔട്ട് ഇൻ സപ്പോർട്ട് ഇൻ വേരിയസ് സിറ്റീസ്, ഷോപ്സ് വെയർ ഷട്ട് ഡൗൺ. ഒരുപാട് കടകളെല്ലാം ജനങ്ങൾ അടിച്ചു. പല തരത്തിൽ സിറ്റിയിൽ നിന്ന് മറ്റുള്ള ഒരുപാട് ജനങ്ങൾ ഇത് മുന്നോട്ട് വരികയും അതിന്റെ ഫലമായിട്ട് റെയിൽവേ വർക്ക്ഷോപ്സ് എല്ലാം തന്നെ അവർ നിർത്തലാക്കി വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ഈ ഒരു പ്രതിഷേധ പ്രകടനം എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വളരെ കടുത്ത തീരുമാനങ്ങളിലോട്ട് പോകേണ്ടി വന്നു. ഈ മാസീവായിട്ടുള്ള ജനങ്ങളുടെ ഈ പ്രതികരണം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഒന്ന് പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് ഇത് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. The British government decided to clamp down on the nationalists. Several local leaders were arrested. അതായത് റൗലറ്റ് ആക്ട് അനുസരിച്ച് നമുക്ക് എവിടെയാ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഗവൺമെന്റിനെതിരെ നടന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം അവർക്കുണ്ടല്ലോ. അത് പ്രമാണിച്ചിട്ട് അവർ ഒരുപാട് ലോക്കൽ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, മഹാത്മാഗാന്ധി വാസ് ബാൻഡ് ഫ്രം എൻറ്ററിങ് ഡൽഹി. ഡൽഹിയിലെ
മഹാത്മാഗാന്ധിയെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള തീരുമാനം ആരെടുത്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്തു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത അധ്യായമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇവിടെ നടക്കുകയാണ്. അതെങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം നടന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. On 10th April 1990, two nationalist leaders, Dr. Saifuddin Kichlu and Dr. Satyapal, were arrested in Punjab under the infamous Rowlatt Act. Martial law was imposed in Amritsar and the command of the area was given to General Dyer. അതായത് നമുക്കറിയാം റൗലറ്റ് ആക്ടിന്റെ ആ കിരാത നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട ലോക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന രണ്ട് ലോക്കൽ ലീഡേഴ്സിനെ ഈ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് ചെയ്തത്? അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനിടയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു? ഈ ഒരു നടപടിക്കെതിരെയായിട്ട് ജനങ്ങൾ ഒത്തുകൂടുകയാണ് ചെയ്തത്. എവിടെയാണ് അവർ ഒത്തുകൂടിയെന്ന് നമുക്ക് നോക്കാം. ദി ഷോക്കിംഗ് ജാലിയൻ വാലാബാഗ് മസാക്ർ took place on 13th April 1919. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്. ഏപ്രിൽ 13-ന് 1919 ഇവർ ഒത്തുചേരാനായിട്ട് തീരുമാനിച്ചത്. എന്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? അവരുടെ ലോക്കൽ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇവർ ഒരു കൂട്ടമായിട്ട് ഈ പറയുന്ന അമൃത്സറിൽ അവർ നിന്നിട്ടുള്ളത്. When the peaceful gathering was attended by men, women and children to protest against these arrests, it was enclosed from all sides with narrow entry points. അതായത് നമുക്കറിയാം ഈ ഒരു കൂട്ടത്തില് ഒരു വൈശാഖി ഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈതാനത്തിൽ വേറെയും കുറെ ഒന്നും അറിയാത്ത, ഇതിനെപ്പറ്റി ഈ നിയമങ്ങളെ പറ്റി യാതൊരു അറിവില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ഒരു കൂടിച്ചേരലും അവിടെ നടന്നിരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആയിരുന്നു അവർ സംഘടിപ്പിച്ചത്. തങ്ങളുടെ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തതിൽ ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷൻ ഇടയ്ക്ക് ഈ ഒരു ഏരിയ പട്ടാളം വളഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതിന് നേതൃത്വം വഹിച്ചത് ജനറൽ ഡയർ ആണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. Dyer blocked the exit points and opened fire on the crowd. Hundreds of people were killed in that incident. അതായത് ആ ഒരു വഴി 3 വശങ്ങളാലും അടഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ഏരിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ പട്ടാളത്തിനെ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് യാതൊരു പ്രകോപനവും കൂടാതെ ജനങ്ങളുടെ ഇടയിലേക്ക് വെടിയുതിർക്കുകയാണ് ചെയ്തത്. ജനറൽ ഡയർ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടന്നത്. കണക്കുകൾ അനുസരിച്ച് 397-ലധികം ആളുകൾ അവിടെ മരണപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്തരേന്ത്യ മുഴുവനും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു രോഷത്തിന് ഇടയാക്കുകയും അവർ തെരുവിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ കൂട്ടത്തില് ഗവൺമെന്റ് അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇത് അടിച്ചമർത്താനുള്ള പണിയും അവർ നോക്കി. അവര് ഈ പറയുന്ന സത്യാഗ്രഹീസിന്റെ ഭയം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തത്. അവരെ തെരുവിലോട്ടിട്ട് വലിച്ചിഴയ്ക്കുകയും അതോടൊപ്പം തന്നെ മൂക്ക് കൊണ്ട് തറയിൽ എഴുതിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങളായിരുന്നു പിന്നീട് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ നടത്തിയത്. പക്ഷേ ഇത് എങ്ങനെയാണ് മഹാത്മാഗാന്ധി ഈ ഒരു പ്രശ്നം അദ്ദേഹം സോൾവ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം ഇത് വയലൻസിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഒരു സത്യാഗ്രഹം അദ്ദേഹം പിൻവലിക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധികാരത്തിന് അടിത്തറയിട്ടു എങ്കിൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഖിലാഫത്ത് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതെ, the Khilafat issue allowed Mahatma Gandhi to bring the Hindus and Muslims on a common platform. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിക്ക് ഒരു ഐഡിയ മനസ്സിലോട്ട് വരികയാണ്. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇതൊരു മാസീവ് ആയിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനാകൂ എന്ന് മഹാത്മാഗാന്ധി മനസ്സിലാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അവസരം പാർത്തിരുന്ന വേളയിലാണ് ഖിലാഫത്ത് ഇഷ്യൂ അവിടെ ഉണ്ടാകുന്നത്. എന്താണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഖിലാഫത്ത് ഇഷ്യൂ എന്ന് നമുക്ക് നോക്കിയാലോ. അതായത് നമുക്കറിയാം ഒട്ടോമൻ ടർക്കി വാസ് ബാഡ്ലി ഡിഫീറ്റഡ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോക മഹായുദ്ധ ഘട്ടത്തില്
യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യമായിരുന്നു തുർക്കി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഖലീഫ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഒട്ടോമൻ തുർക്കികൾ പരാജയപ്പെടുന്ന വേളയിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ കുറെ ഡിമാൻഡ് വെക്കുകയും ഒരുപാട് ട്രീറ്റിയിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ഇതിന്റെ ഫലമായിട്ട് ഖലീഫയെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നതായിട്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ മുസ്ലിംസിന് ബ്രിട്ടീഷുകാരോട് അതിന്റെ പേരിൽ വളരെ വലിയ വിയോജിപ്പുണ്ടാവുകയും അവരൊരു ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിയ മഹാത്മാഗാന്ധി അവരുമായിട്ട് കൂടുതൽ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മൾ നൽകാം, പകരം നിങ്ങളും ഹിന്ദുക്കളും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം എന്ന് അദ്ദേഹം ഡിമാൻഡ് വെക്കുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് അതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. There were rumors about a harsh peace treaty likely to be in the Ottoman emperor, who was the spirit of the Islamic world. A Khilafat committee was formed in Bombay in March 1919 to defend Khalifa. അപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിട്ടുള്ള ഖലീഫയ്ക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത് മുസ്ലിംസ്. ബോംബെയിൽ 1919 മാർച്ചിലായിരുന്നു ഈ ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. ദിസ് കമ്മിറ്റി ഹാഡ് ലീഡേഴ്സ് ലൈക്ക് ദി ബ്രദേഴ്സ് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. അതായത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ് ആണ് ഈ ഒരു കമ്മിറ്റിക്ക് നേതൃത്വം വഹിച്ചത്. അപ്പോൾ they wanted മഹാത്മാഗാന്ധി to take up the cause to build a united mass action. അതുകൊണ്ട് തന്നെ ഈ ബ്രദേഴ്സിന് അറിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൂടെ ഒപ്പം ചേർന്നാൽ ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനും തൽഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനും സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഈ ആലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലിക്കും ഷൗക്കത്ത് അലിക്കും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവര് അദ്ദേഹത്തെ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ at the Calcutta session of Congress in September 1920, the resolution was passed to launch a non-cooperation movement. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അങ്ങനെ 1920 സെപ്റ്റംബറിലെ കൽക്കട്ട സെഷൻ കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു പുതിയ ഒരു മൂവ്മെന്റിന്, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയ ഒരു പ്രസ്ഥാനത്തിന് അവിടെ തിരികൊളുക്കുകയാണ്. എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? യെസ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ആ പേരിൽ തന്നെ ഉണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം. ഇനി എന്താണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് നമുക്ക് നോക്കിയാലോ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു വിഷയമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നതുകൊണ്ട് മഹാത്മാഗാന്ധി അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Non-cooperation movement. In his famous book Hind Swaraj of 1909, Mahatma Gandhi declared that British rule was established in India with the cooperation of Indians and had survived only because of this cooperation. അതായത് 1909 ഹിന്ദ് സ്വരാജ് എന്നുള്ള പേരില് മഹാത്മാഗാന്ധി ബുക്ക് ഇറക്കുകയുണ്ടായി. അദ്ദേഹം അതിലൂടെ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം മനസ്സിലാക്കിയെടുത്തോളം ബ്രിട്ടീഷുകാര് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് അവർ കോപ്പറേഷൻ, അതായത് സഹകരണം. എന്ത് റൂള് ഇറക്കിയാലും അതിനുമായിട്ട് സഹകരിച്ച് പോകുന്നതിനാലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചത് എന്നുള്ളതാണ് മഹാത്മാഗാന്ധി കണ്ടെത്തിയ കാര്യം ഈ ബുക്കിലൂടെ അദ്ദേഹം ഡിക്ലയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ മാറ്റണം, ഈ ഒരു കോപ്പറേഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം വെച്ച് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടാനാകും എന്നാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കായിട്ടുള്ള ഹിന്ദ് സ്വരാജിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഇന്ത്യൻസ് refused to cooperate, British rule in India would collapse within a year and Swaraj would be established. Gandhiji believed that if Indians begin to refuse to cooperate, the British rulers will have no other way than to leave India. നമ്മൾ കോപ്പറേറ്റ് ചെയ്ത്, അതായത് കാര്യം പോപ്പുലേഷൻ ബേസ് നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ എല്ലാ നിയമങ്ങൾക്കെതിരെയും നമ്മൾ പോരാടി നമ്മൾ നിസ്സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഉപേക്ഷിച്ച് പോകാതെ വേറെ വഴിയില്ല എന്നാണ്
മഹാത്മാഗാന്ധി കണ്ടെത്തിയിട്ടുള്ളത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൂടെ ഗാന്ധിജി ജനങ്ങളോട് നിർദ്ദേശിച്ചതെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം, ഘട്ടം ഘട്ടമായിട്ട് വേണം നമ്മൾ ഈ ഒരു നിസ്സഹകരണം നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബോയ്ക്കോട്ട് ചെയ്യുക, എല്ലാം ബഹിഷ്കരിക്കുക. നമുക്ക് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്ന് നമ്മൾ കരുതുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടമായിട്ട് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചത്. നമുക്ക് നോക്കാം. ഗാന്ധിജി പ്രൊപ്പോസ്ഡ് ദാറ്റ് ദ മൂവ്മെന്റ് ഷുഡ് അൺഫോൾഡ് ഇൻ സ്റ്റേജസ്. അതായത് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ സ്റ്റേജ് വൈസ് ആയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേക്കേണ്ടത്. അതുപോലെ തന്നെ സറണ്ടർ ദ ടൈറ്റിൽസ് വിച്ച് വെർ അവാർഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്, boycott of civil services, army, police, courts, legislative councils and schools. അതായത് നമ്മൾ ബ്രിട്ടീഷുകാർ ഗവൺമെന്റ് തന്നിട്ടുള്ള എല്ലാ പദവികളും നമ്മൾ ബഹിഷ്കരിക്കുക. അതോടൊപ്പം തന്നെ സിവിൽ സർവീസസ് കൊടുത്തിട്ടുള്ളവർ ആ പദവി ഉപേക്ഷിക്കുക. ആർമി, പോലീസ്, കോർട്സ്, എന്തിനേറെ കോടതികൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എല്ലാം തന്നെ നമ്മൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുക. അതായിരുന്നു ഗാന്ധിജി ആദ്യം ആഹ്വാനം ചെയ്ത കാര്യം എന്ന് പറയുന്നത്. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോയ്ക്കോട്ട് ചെയ്യുക. എന്ത്? ഫോറിൻ ഗുഡ്സ്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിർമ്മിച്ച സാധന വസ്തുവകകളെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കുക, അത് കൂട്ടിയിട്ട് കത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ ഗാന്ധിജി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ലോഞ്ച് എ ഫുൾ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ഇഫ് ദി ഗവൺമെന്റ് പെർസിസ്റ്റഡ് വിത്ത് ദ റെപ്രസീവ് മെഷേഴ്സ്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് അടിച്ചമർത്താനായിട്ട് ഗവൺമെന്റ് തിരിയുകയാണെങ്കിൽ ഉടനടി നമ്മൾ നിയമലംഘനങ്ങൾ ആരംഭിക്കുക. അതായത് നമ്മളുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ ലംഘിച്ചുകൊണ്ടായിരിക്കണം ഈ നോൺ കോപ്പറേഷൻ ഒരു മൂവ്മെന്റ് ആയിട്ട് ഏറ്റെടുക്കേണ്ടത് എന്നാണ് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള ആശയങ്ങളോട് എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ പേടി ഉണ്ടായിരുന്നു. അതായത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെയൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ഗാന്ധിജി പറയുന്നുണ്ടല്ലോ. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് ഇടയാകത്തില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്, അതായത് എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ വരെ. അപ്പോ പിന്നീട് 1920 അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇവരെല്ലാവരും കൂടെ ഡിസ്കഷൻസ് നടത്തുകയും അതിന്റെ ഫലമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പോരാടാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ വലിയ രീതിയിൽ ഒരു മാസീവായിട്ടുള്ള ഒരു അജിറ്റേഷൻ ആയിട്ട് മാറിയത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വന്നിട്ടുള്ളത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് നോക്കി കണ്ടത്, ആരെങ്കിലും ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നോ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? യെസ്, ആദ്യം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചിട്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, ആകെ വിഷമിച്ചിരുന്ന സമയത്ത് മഹാത്മാഗാന്ധി അവിടെ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങോട്ട് മൂവ് ചെയ്തതെന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സമര രീതികൾ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് സത്യാഗ്രഹം നമ്മൾ നോക്കി. അതുപോലെ തന്നെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ അദ്ദേഹം ഇറങ്ങിയ സമരം എന്ന് പറയുന്നത് റൗലറ്റ് സത്യാഗ്രഹയിലായിരുന്നു. അത് ഏത് ഘട്ടത്തിലാണ് അത് നിർത്തലാക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്? യെസ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് കൂടിച്ചേരുന്നത് കാണാൻ സാധിക്കും. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ വരിക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.